ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, പലതരം സമ്മിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞയിടയ്ക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഒരു സമ്മിറ്റ് എന്ന് പറയുന്നത് നിക്ഷേപകരുടെ സമ്മിറ്റായിരുന്നു. അന്നും കേരളം ഇത്തരത്തിൽ ചരിത്രം രചിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്നു മലയാളക്കര. ഇപ്പോഴിതാ ഈ സ്കിൽ ഗ്ലോബൽ, അതായത് ഈ യുവതലമുറയ്ക്ക് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സമ്മിറ്റ് കൂടി കഴിഞ്ഞ ദിവസം ഈ കേരളക്കര സാക്ഷ്യം വഹിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 1.5 ലക്ഷത്തിലധികം ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഉമേഷ്. അതെ ഭദ്ര, ഈ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ നിക്ഷേപക സംഘങ്ങൾ അതിന് കേരളം ധാരാളം സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ആദ്യമായാണ് ഇത്തരത്തിലൊരു സമ്മിറ്റ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു സമ്മിറ്റ്, സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ചരിത്രപരമായ നേട്ടം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സമ്മിറ്റ് 2 ദിവസങ്ങളായി കൊച്ചിയിൽ സംഘടിപ്പിക്കുമ്പോൾ KDISCിൻ്റെ നേതൃത്വത്തിലാണ്, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, KDISCിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു 2 ദിവസം ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, ഈ സമ്മിറ്റ് കഴിയുന്നതോടെ 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ വിസ്മയകരമായ നേട്ടം ഉണ്ടായി എന്നുള്ളതാണ്. അത് അല്പം മുമ്പ് വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് തന്നെയാണ് അത് ഈ സമാപന സമ്മേളനത്തിൽ അത് പ്രഖ്യാപിച്ചത്. അതായത് ഈ സമ്മിറ്റ് സമാപിക്കുമ്പോൾ 1,28,408 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ സമ്മിറ്റിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്. വ്യത്യസ്ത വ്യവസായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തിലാണ് ഇങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അത് ഏതൊക്കെയാണ് എന്നുള്ളതും വിശദീകരിച്ചിട്ടുണ്ട്. അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മുഖേന 75,211 തൊഴിലവസരങ്ങൾ, അവരാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നത്. എയർ കാർഗോ ഫോറം ഇന്ത്യ 30,000 അവസരം, KDISC 19,852, ICT അക്കാദമി മുഖേന 16,585 അവസരങ്ങൾ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വഴി 1,660 തൊഴിലവസരങ്ങൾ നൽകാം എന്നാണ് ധാരണയായിട്ടുള്ളത്. അതായത് 445 തൊഴിലുടമകൾ ചേർന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി ഇത്തരത്തിൽ 1.28 ലക്ഷം തൊഴിലവസരങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത്. അത് ITI യോഗ്യതയുള്ളവർക്ക് 57,578, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 34,349, ഒപ്പം BTech ബിരുദധാരികൾ, ഹെൽത്ത് കെയർ മേഖലയിലുള്ളവർ, അവർക്കൊക്കെയാണ് ഇങ്ങനെ ഈ സ്കിൽ കേരള സമ്മിറ്റിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തൊഴിൽ ദാതാക്കൾ ആവശ്യപ്പെടുന്ന നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളായിരിക്കും ഇങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ അവരെ തിരഞ്ഞെടുക്കുക. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരിയർ ബ്രേക്ക് വന്ന 10,000 വനിതകൾക്ക് തിരിച്ചു തൊഴിൽ രംഗത്തേക്ക് പരിശീലനം നൽകാനായി വിമൺ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജിയുമായി ഈ സമ്മിറ്റിൽ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പം ഓട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായും കാഡർ ഓട്ടിസം സെൻറ്ററുമായും ഒക്കെ വിവിധ മേഖലകളിലെ നൈപുണ്യ പരിശീലനത്തിനും ഒക്കെ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ഗ്ലോബൽ സമ്മിറ്റിലൂടെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭദ്ര. യെസ്, വ്യക്തമാണ് ഉമേഷ്.